ഹലോ, ലീഡ് കോഡിൽ മീഡിയം ലെവൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. ലോങ്ങസ്റ്റ് സബ് സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. സ്ലൈഡിംഗ് വിൻഡോ ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം നമുക്ക് ഇൻപുട്ടായിട്ട് അവരൊരു സ്ട്രിങ് എസ് തന്നിട്ടുണ്ട്. അതിൽ ലോങ്ങസ്റ്റ് ആയിരിക്കണം സബ് സ്ട്രിങ് കണ്ടുപിടിക്കണം. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതിൽ ക്യാരക്ടേഴ്സും ആവർത്തിക്കപ്പെടരുത്. അപ്പോൾ സബ് സ്ട്രിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കേണ്ട ഒരു നോൺ എംപ്റ്റി ആയിട്ടിരിക്കേണ്ട ഒരു സ്ട്രിങ് ആയിരിക്കണം. അപ്പോൾ സ്ട്രിങ് പാരൻറ്റ് സ്ട്രിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് നോൺ എംപ്റ്റി ആയിരിക്കണം ഒരു സബ് സ്ട്രിങ്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിരിക്കണം, ക്യാരക്ടേഴ്സ് റിപ്പീറ്റേറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സാമ്പിൾ 1 അവർ തന്നേക്കണം ഇൻപുട്ട് എന്ന് പറയുന്നത് സ്ട്രിങ് എസ് എ ബി സി ബി ബി എന്ന് പറയുന്ന ഒരു പാരൻറ്റ് സ്ട്രിങ് ആണ്. ഇനി ഇതിൽ ലോങ്ങസ്റ്റ് ആയിരിക്കണം റിപ്പീറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഇല്ലാത്ത സബ് സ്ട്രിങ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. തന്നേക്കുന്ന പാരൻറ്റ് സ്ട്രിങ് എ ബി സി ബി ബി. ഇതിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തേക്കുന്ന സബ് സ്ട്രിങ് എന്ന് പറയുന്നത് എ ബി ആണെന്ന് കരുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വിൻഡോ വിഡ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2 ക്യാരക്ടറുകളുണ്ട്. വിൻഡോ വിഡ്ത്ത് 2 ആയിരിക്കും. പക്ഷേ ഒരുപാട് നീളമുള്ള സ്ട്രിങ് ഒക്കെ ആണെങ്കിൽ വിൻഡോ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് 2 പോയിൻ്റർ ഉണ്ട്, ലെഫ്റ്റ് പോയിൻ്ററും റൈറ്റ് പോയിൻ്ററും. അപ്പോൾ റൈറ്റ് പോയിൻ്റർ മൈനസ് ലെഫ്റ്റ് പോയിൻ്റർ +1. ഇങ്ങനെയാണെങ്കിൽ ഏത് കണ്ടീഷനിലും നമുക്ക് വിൻഡോ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് പോയിൻ്റർ ബിയിൽ സെറ്റ് ചെയ്യാം, ലെഫ്റ്റ് പോയിൻ്റർ എയിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ വിൻഡോ വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുമോ? റൈറ്റ് പോയിൻ്റർ മൈനസ് ലെഫ്റ്റ് പോയിൻ്റർ +1. അപ്പോൾ സ്ട്രിങ്ങിൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അപ്പോൾ ഇത് 0th പൊസിഷൻ, ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ, ഇത് ഫോർത്ത് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ, സിക്സ്ത് പൊസിഷൻ, സെവൻത്ത് ഇൻഡെക്സ്. അപ്പോൾ വിൻഡോ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ കേസിൽ എ ബി എന്ന് പറയുന്ന സബ് സ്ട്രിങ്ങിൽ വിൻഡോ വിഡ്ത്ത് എന്ന് പറയുന്നത് R - L 1 - 0 1 + 1. അപ്പോൾ 2 ആണ്. അങ്ങനെയാണ് നമുക്ക് വിൻഡോ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിൽ ലോങ്ങസ്റ്റ് സബ് സ്ട്രിങ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഐട്രേറ്റ് ചെയ്ത് നോക്കാം. റൈറ്റ് പോയിൻ്ററും നമ്മുടെ ആദ്യത്തെ ക്യാരക്ടറിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്യാരക്ടർ എ, അവിടെ ഞാൻ ലെഫ്റ്റ് പോയിൻ്ററും റൈറ്റ് പോയിൻ്ററും സെറ്റ് ചെയ്ത് വെച്ചു. ഇനീഷ്യലി നമ്മുടെ സെറ്റ് എംപ്റ്റി ആണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഓരോ ക്യാരക്ടർ ആഡ് ചെയ്ത് നമ്മുടെ സബ് സ്ട്രിങ്സ് ലോങ്ങസ്റ്റ് സബ് സ്ട്രിങ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ സെറ്റ് എന്തുകൊണ്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എലിമെൻറ്റ്സ് വരില്ല, യൂണിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രമേ വരില്ലുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് സെറ്റ് കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി S(L) എന്ന് പറയുന്ന സെക്കൻഡ് കോളത്തിൽ S(L) എന്ന് പറയുന്നത് ലെഫ്റ്റ് പോയിൻ്ററുള്ള പൊസിഷനിലെ സ്ട്രിങ്ങിലെ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് പോയിൻ്ററിലുള്ള പൊസിഷനിൽ സ്ട്രിങ്ങിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് എ ആണ്. അതുപോലെ തന്നെ റൈറ്റ് പോയിൻ്ററിലുള്ള സ്ട്രിങ്ങിലെ ക്യാരക്ടറും എ ആണ്. കാരണം ലെഫ്റ്റ് പോയിൻ്റർ റൈറ്റ് പോയിൻ്റർ നമ്മളിപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇനി നമ്മളിവിടെ നിന്ന് ഐട്രേറ്റ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. വിൻഡോ വിഡ്ത്ത് ഇവിടെ ഇൻഡെക്സ് എയിൽ 0 ആയതുകൊണ്ട് ആറും എല്ലും 0th പൊസിഷൻ. അപ്പോൾ 0 - 0 +1. അപ്പോൾ വിൻഡോ വിഡ്ത്ത് 1 ആണ്. ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ് സ്ട്രിങ്ങിൻ്റെ ഏറ്റവും നീളം കൂടിയ ലെങ്ത്ത്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ നമുക്ക് സബ് സ്ട്രിങ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് 0 ആണ് നിലവിലുള്ള നമ്മുടെ ലോങ്ങസ്റ്റ് സബ് സ്ട്രിങ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത്. മാക്സിമം ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കറൻറ്റ് വിൻഡോ വിഡ്ത്തും അതുപോലെ നിലവിലുള്ള ലോങ്ങസ്റ്റ് സബ് സ്ട്രിങ്ങിലും മാക്സിമം വരുന്ന വാല്യൂ എടുത്ത് അങ്ങനെയാണ് നമ്മൾ മാക്സിമം ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിലവിൽ 1 ആണ് മാക്സിമം ലെങ്ത്ത് വരുന്നത്. കാരണം ഒറ്റ ക്യാരക്ടർ എ മാത്രമേ ഉള്ളൂ. ലോങ്ങസ്റ്റ് സബ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റിലേക്ക് ആദ്യത്തെ ക്യാരക്ടറായ എ ആഡ് ചെയ്യാം. സ്ട്രിങ് വാലിഡ് ആണെങ്കിൽ നമുക്ക് റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യാം. വാലിഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞേക്കണ കണ്ടീഷൻ ക്യാരക്ടേഴ്സ് റിപ്പീറ്റേറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നിലവിലുള്ള സബ് സ്ട്രിങ് എയിൽ ക്യാരക്ടർ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒന്നുമില്ല. കാരണം എ മാത്രമേ ഉള്ളൂ, ഒറ്റ ഒരു ക്യാരക്ടർ ഉള്ളൂ. അപ്പോൾ നമുക്കുള്ളത് വാലിഡ് സബ് സ്ട്രിങ് ആണ്. ആ കേസിൽ നമുക്ക് റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ റൈറ്റ് പോയിൻ്റർ വരുന്നത് ബിയിലായിരിക്കും. ബിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സെറ്റ് എന്തായിരിക്കും? അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഇനി റൈറ്റ് പോയിൻ്റർ ബിയിലേക്ക് വരുമ്പോൾ ബി എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടറും കൂടി വരാണ്. അപ്പോൾ നമ്മൾ സെറ്റിലേക്ക് നോക്കുകയാണ് ഓൾറെഡി ബി ഉണ്ടോ എന്ന്. കാരണം സെറ്റിൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ്സ് വരില്ല. അപ്പോൾ ബി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ബി ആഡ് ചെയ്യാം. ഇനി S(L) എന്ന് പറയുന്നത് ലെഫ്റ്റ് പോയിൻ്ററുള്ള സ്ഥലത്ത് എസ്സിലെ ക്യാരക്ടർ ഏതാ? എ. റൈറ്റ് പോയിൻ്ററുള്ള സ്ഥലത്ത് ബി. വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ ബീൻ്റെ ഇൻഡെക്സ് ഇവിടെ 1 ആണ്. 1 -
എൻ്റെ ഇൻഡെക്സ് 0, അപ്പോൾ 1 - 0 1 + 1 അങ്ങനെ. വിൻഡോ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. ലോങ്ങസ്റ്റ് നമ്മൾ ഒരു ക്യാരക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനീഷ്യലി 0 ആയിരുന്നെങ്കിലും ക്യാരക്ടർ ആഡ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ 1 ആയിട്ട് മാറിയായിരുന്നു. മാക്സിമം ലെങ്ത് ഇതിൽ രണ്ടിലും മാക്സിമം എടുത്ത് 1 തന്നെയാണ്, അപ്പോൾ അങ്ങനെയാണ് 1 വന്നത്. ഇപ്പോൾ നമുക്ക് 2 ക്യാരക്ടർ ഉണ്ട് നമ്മുടെ സബ്സ്ട്രിങ്ങിൽ. ലോങ്ങസ്റ്റ് ഇവിടെ 2 ആണ്, മാക്സിമം ഇവിടെ 2 ആണ് വരുന്നത്. ഇനി ഇപ്പോഴും നമ്മുടെ സബ്സ്ട്രിങ് വാലിഡ് ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് പോയിൻ്റർ നമുക്ക് ഇനിയും സ്ലൈഡ് ചെയ്യാം. അപ്പോൾ റൈറ്റ് പോയിൻ്റർ ഇനി അടുത്ത ക്യാരക്ടറായി സിയിലേക്ക് വരും. ഇപ്പോൾ ഓൾറെഡി എ ഉണ്ട്, ബി ഉണ്ട്, ഇനി സി ആഡ് ചെയ്യാൻ നോക്കും. സെറ്റിൽ സി ഉണ്ടോ നോക്കും, ഇല്ലാത്ത ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ല, അപ്പോൾ നമുക്ക് അത് സെറ്റിലേക്ക് ആഡ് ചെയ്യാം. ഇനി എസ് ഓഫ് എല്ലിൽ എ, എസ് ഓഫ് ആറിൽ സി. വിൻഡോ വിഡ്ത്ത് എന്ന് പറയുന്നത് സീൻ്റെ ഇൻഡെക്സ് 2, ഇപ്പോൾ 2 - 0 + 1 3. നമ്മുടെ സെറ്റിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 3, അപ്പോൾ മാക്സിമം 3. ഇനി അപ്പോൾ നമ്മുടെ സബ്സ്ട്രിങ് ഇപ്പോഴും വാലിഡാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് പോയിൻ്റർ വീണ്ടും സ്ലൈഡ് ചെയ്യാം അടുത്ത ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ABCA ഇതൊരു വാലിഡ് സബ്സ്ട്രിങ് അല്ല. കാരണം നമ്മുടെ കണ്ടീഷൻ എന്തുവാ, ക്യാരക്ടേഴ്സ് റിപ്പീറ്റേറ്റീവ് ആവാൻ പാടില്ല എന്നാണ്. ഇവിടെ ഓൾറെഡി 2 A വന്നു, അപ്പോൾ ഇതൊരു ഇൻവാലിഡ് സബ്സ്ട്രിങ് ആയി. അപ്പം ഇൻവാലിഡ് ആവുന്ന കേസിൽ നമ്മൾ ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യണം. വാലിഡ് ആകുമ്പോൾ നമ്മൾ റൈറ്റ് പോയിൻറ്റേഴ്സ് സ്ലൈഡ് ചെയ്യണം. ഇൻവാലിഡ് ആവുന്ന കേസ് ആകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യണം. ലേക്ക് നീങ്ങും, അപ്പോൾ ഇവിടെ ബിയിലേക്ക് ലെഫ്റ്റ് പോയിൻ്റർ നീങ്ങും. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഇപ്പോഴത്തെ സബ്സ്ട്രിങ്. അപ്പോൾ ഇവിടെ റിപ്പീറ്റേറ്റീവായിട്ട് ക്യാരക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു വാലിഡ് സബ്സ്ട്രിങ് ആണ്. ഇപ്പോഴത്തെ നമ്മുടെ സെറ്റ് ABC ആയിരുന്നു, പക്ഷേ റൈറ്റ് പോയിൻ്റർ എയിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സെറ്റിലേക്ക് എ ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഓൾറെഡി എ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇൻവാലിഡ് സബ്സ്ട്രിങ് ആയതുകൊണ്ട് ലെഫ്റ്റ് പോയിൻ്റർ നമ്മൾ സ്ലൈഡ് ചെയ്തു. അപ്പോൾ ഈ എ നമ്മൾ കളഞ്ഞു, എന്നിട്ട് ഈ എ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഈ എ കളഞ്ഞിട്ട് നമ്മൾ ഈ എ ആഡ് ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പുതിയ സെറ്റ്. എസ് ഓഫ് എല്ലിൽ, അതായത് ലെഫ്റ്റ് പോയിൻ്റർ ഉള്ളിടത്ത് എസ്സിലെ ക്യാരക്ടർ ഏതാ, ബി ആണ്. റൈറ്റ് പോയിൻ്റർ ഉള്ളിടത്ത് എസ്സിലെ ക്യാരക്ടർ എ ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 0 1 2 3 3 - 1 2 + 1 3. ലോങ്ങസ്റ്റ് ഇവിടെ ഇപ്പോഴും നമ്മുടെ സെറ്റിൽ 3 തന്നെയാണുള്ളത്, അപ്പോൾ മാക്സിമം ലെങ്ത് 3 തന്നെയാണ്, അതിന് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സബ്സ്ട്രിങ് വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യാം. ഇത് സബ്സ്ട്രിങ് ഇൻവാലിഡ് ആണ്, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം നമ്മൾ ലെഫ്റ്റ് പോയിൻ്ററിലുള്ള ക്യാരക്ടർ റിമൂവ് ചെയ്യണം, എന്നിട്ട് റൈറ്റ് പോയിൻ്ററിലുള്ള ക്യാരക്ടർ ആഡ് ചെയ്യണം നമ്മുടെ സെറ്റിലോട്ട്. അപ്പോൾ നിലവിലുള്ള ബി കളയും, സി എ ആവും, പിന്നെ റൈറ്റ് പോയിൻ്ററിലുള്ള ബി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പുതിയ സെറ്റ്. ഇനി നമ്മൾ ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് പോയിൻ്റർ വരുന്നത് സിയിലായിരിക്കും. ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് പോയിൻ്റർ വരുന്നത് സിയിലായിരിക്കും. പുതിയ സബ്സ്ട്രിങ് എന്ന് പറയുന്നത് CAB. അപ്പോൾ എസ് ഓഫ് എൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് പോയിൻ്ററിലുള്ള സ്ട്രിങ്ങിലെ ക്യാരക്ടർ സി ആണ്, സ്ട്രിങ്ങിലെ ക്യാരക്ടർ ബി ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് +1, അപ്പോൾ അത് വീണ്ടും 3 ആണ്. നമ്മുടെ സെറ്റിൻ്റെ ലെങ്ത്തും 3 തന്നെയാണ്, മാക്സിമം 3 തന്നെയാണ്. ഇനി നമുക്ക് 3 സ്പീഡിൽ പോവാം. ഇപ്പോൾ ലോജിക്ക് മനസ്സിലായല്ലോ, സബ്സ്ട്രിങ് വാലിഡ് ആണോ നോക്കി. അതുകൊണ്ട് നമുക്ക് റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യാം. കഴിഞ്ഞപ്പോൾ CABC ഇതൊരു ഇൻവാലിഡ് സബ്സ്ട്രിങ് ആണ്, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യേണ്ടി വരും. സീനെ റിമൂവ് ചെയ്തിട്ട് ഈ സീനെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പുതിയ സെറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് പോയിൻ്ററിലുള്ള സി പോവും, അപ്പോൾ AB, എന്നിട്ട് റൈറ്റ് പോയിൻ്ററിലുള്ള ഈ സീനെ ആഡ് ചെയ്തേണ്ടി വരും. സ്ട്രിങ് ABC. എസ് ഓഫ് എൽ ഇവിടെ എ ആണ്, എസ് ഓഫ് ആർ ഇവിടെ സി ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് വിൻഡോ വിഡ്ത്ത് 3 ആണ്. ലോങ്ങസ്റ്റ് ഇവിടെ 3 തന്നെയാണ്, മാക്സിമം ലെങ്ത്ത് 3 തന്നെയാണ്. സബ്സ്ട്രിങ് വാലിഡ് ആണോ നോക്കി. ABC വാലിഡ് ആണ്, അപ്പോൾ നമ്മൾ റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യും.
സബ്സ്ട്രിങ് എ ബി സി ബി ഇൻവാലിഡ് ആണ്, കാരണം ബി ഓൾറെഡി ഉണ്ട് നമ്മുടെ സെറ്റിൽ. അപ്പോൾ ഇൻവാലിഡ് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യേണ്ടി വരും സെറ്റിൽ നിന്ന്. സ്ട്രിങ് ബി സി ബി അതും വാലിഡ് അല്ല, കാരണം ഓൾറെഡി ബി ഉണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പോയിൻ്റർ വീണ്ടും സ്ലൈഡ് ചെയ്യേണ്ടി വരും, കാരണം ഇൻവാലിഡ് സബ്സ്ട്രിങ് ആണ്. ഈ ബി കളയേണ്ടി വരും, എന്നിട്ട് റൈറ്റ് പോയിൻ്ററിലുള്ള ബി ആഡ് ചെയ്യേണ്ടി വരും. പറയുന്നത് സി ബി അതൊരു വാലിഡ് ആയിട്ടിരിക്കുന്ന സബ്സ്ട്രിങ് ആണ്, കാരണം അതിൽ റിപ്പീറ്റേറ്റീവായിട്ട് ക്യാരക്ടേഴ്സ് ഇല്ല. പുതിയ സബ്സ്ട്രിങ് എന്ന് പറയുന്നത് സി, റൈറ്റ് പോയിൻ്ററിലുള്ള ബി ക്യാരക്ടർ ആഡ് ചെയ്യുമ്പോൾ സി ബി ആണ് നമ്മുടെ പുതിയ സബ്സ്ട്രിങ്. എസ് ഓഫ് എൽ ഇവിടെ സി ആണ്, എസ് ഓഫ് ആർ ഇവിടെ ബി ആണ്, വിൻഡോ വിഡ്ത്ത് ഇവിടെ 2 ആണ്, ലോങ്ങസ്റ്റ് നമുക്കുള്ളത് 3 ആണ്, അപ്പോൾ മാക്സിമം 3 ആണ്. ഇനിയിപ്പോൾ വാലിഡ് സബ്സ്ട്രിങ് ആയതുകൊണ്ട് വീണ്ടും റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യും. അപ്പോൾ പുതിയ സബ്സ്ട്രിങ് സി ബി ബി ഇൻവാലിഡ് ആണ്, അപ്പോൾ ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യും, സി റിമൂവ് ചെയ്യും. സ്ട്രിങ് ബി ബി അതും ഇൻവാലിഡ് ആണ്, കാരണം ഓൾറെഡി ബി ഉണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പോയിൻ്ററിലുള്ള ബി റിമൂവ് ചെയ്യണം, ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യണം, എന്നിട്ട് റൈറ്റ് പോയിൻ്ററിലുള്ള ബി ആഡ് ചെയ്യണം. സബ്സ്ട്രിങ് എന്ന് പറയുന്നത് ബി മാത്രമായിരിക്കും, ലെഫ്റ്റ് പോയിൻ്ററും റൈറ്റ് പോയിൻ്ററും ബിയിൽ തന്നെയാണ് വന്നിരിക്കുക. നമുക്ക് റൈറ്റ് പോയിൻ്ററിലുള്ള ബി ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സബ്സ്ട്രിങ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കണം വാലിഡ് ആയിട്ടുള്ളത്. എസ് ഓഫ് എൽ ലെഫ്റ്റ് പോയിൻ്ററുള്ള സ്ട്രിങ്ങിലെ ക്യാരക്ടർ ബി ആണ്, റൈറ്റ് പോയിൻ്ററിലുള്ള സ്ട്രിങ്ങിലെ ക്യാരക്ടറും ബി ആണ്, വിത്ത് ഇവിടെ 1 ആണ്, ലോങ്ങസ്റ്റ് നമുക്കുള്ളത് 3 ആണ്, അപ്പോൾ മാക്സിമം 3. അപ്പോൾ റിപ്പീറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്താണ്, മാക്സിമം ലെങ്ത്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണം ഉള്ള സബ്സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. ലോജിക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കണു. ഇനി ഈ ക്വസ്റ്റ്യൻ പൈത്തൺ കോഡിംഗ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. പോയിൻ്റർ ഇനീഷ്യേറ്റ് ചെയ്തു, മാക്സിമം ലെങ്ത്ത് ഇനീഷ്യേറ്റ് ചെയ്തു, സെറ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു മാക്സിമം ലെങ്ത്ത് ക്രിയേറ്റ് ചെയ്തു, ഒരു സെറ്റ് ഇനീഷ്യേറ്റ് ചെയ്തു, എം ടി ആയിട്ടുള്ള ഒരു സെറ്റ് ഇനീഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ റൈറ്റ് പോയിൻറ്റേഴ്സ് സ്ലൈഡ് ചെയ്തു. വാലിഡ് ആവണ സബ്സ്ട്രിങ് കേസിൽ, ഇൻവാലിഡ് ആയിരിക്കുന്ന സബ്സ്ട്രിങ് കേസിൽ നമ്മൾ ലെഫ്റ്റ് പോയിൻറ്റേഴ്സും സ്ലൈഡ് ചെയ്തു. ഇൻവാലിഡ് ആവണ കേസിൽ നമ്മൾ ലെഫ്റ്റിലെ ക്യാരക്ടർ സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. വാലിഡ് സബ്സ്ട്രിങ് ആവണ കേസിൽ നമ്മൾ റൈറ്റ് പോയിൻ്ററുള്ള പൊസിഷനിലെ സബ്സ്ട്രിങ്ങിലെ ക്യാരക്ടർ സെറ്റിലേക്ക് ആഡ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ വിൻഡോ വിഡ്ത്തും ലോങ്ങസ്റ്റ് സെറ്റിൻ്റെ ലെങ്ത്തും വെച്ചിട്ട് മാക്സിമം ലെങ്ത് ഓഫ് സബ്സ്ട്രിങ് നമുക്ക് വിതൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ലെങ്ത് ഒന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം, സ്ലൈഡിംഗ് വിൻഡോ പ്രോബ്ലം പോകുന്നത്. ഇനി ഇത് പൈത്തൺ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമുക്ക് ലെഫ്റ്റ് പോയിൻ്റർ ഇനീഷ്യേറ്റ് ചെയ്യാം. പിന്നെ ലെഫ്റ്റ് പോയിൻ്റർ തന്നെയാണ് അതിനെ ഡിക്ലെയർ ചെയ്യണത്. പിന്നെ നമുക്ക് മാക്സിമം ലെങ്ത്ത് കണ്ടുപിടിക്കണല്ലോ. അപ്പോൾ ഞാൻ മാക്സ് ലെങ്ത്ത് എന്ന് പറഞ്ഞ വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യണത്. പിന്നെ നമുക്കൊരു സെറ്റ് വേണം ഡ്യൂപ്ലിക്കേറ്റ്സ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ക്യാരക്ടർ സെറ്റ് എന്ന് പറയണ ആണ് സെറ്റിനെ നെയിം ചെയ്തേക്കണേ. ഒരു എം ടി സെറ്റാണ് നമ്മൾ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യണം. റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യാണ്. ഞാൻ റൈറ്റ് പോയിൻ്റർ എന്ന് പറയുന്ന വേരിയബിൾ തന്നെയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. നമുക്ക് ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ആ റേഞ്ചിലാണ് റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ ലൂപ്പ് ഇൻ റേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് സ്ട്രിങ് എസ് എന്ന് കൊടുത്താൽ മതി. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ട്രിങ്ങിലുള്ള റൈറ്റ് പോയിൻ്ററിലുള്ള പൊസിഷനിൽ ക്യാരക്ടർ ഓൾറെഡി സെറ്റിലുണ്ടെങ്കിൽ നമ്മൾ പറയും അതൊരു ഇൻവാലിഡ് സബ്സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോയിൻ്ററിലുള്ള പൊസിഷനിലെ ക്യാരക്ടർ റിമൂവ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് പോയിൻ്റർ നമ്മൾ സ്ലൈഡ് ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു വൈൽ ലൂപ്പ് എഴുതാം.
അപ്പോൾ നമ്മുടെ സെറ്റിൽ ഓൾറെഡി റൈറ്റ് പോയിൻ്റുള്ള പൊസിഷനിലെ സ്ട്രിങ്ങിലെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ലെഫ്റ്റ് പോയിൻ്റർ നമ്മൾ സ്ലൈഡ് ചെയ്യണം. നമ്മൾ ലെഫ്റ്റ് പോയിൻ്ററുള്ള ക്യാരക്ടർ റിമൂവ് ചെയ്തു. ഇനി ലെഫ്റ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു വാലിഡ് സബ്സ്ട്രിങ് ആയിട്ട് മാറും. സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് റൈറ്റ് പോയിൻ്റർ മൈനസ് ലെഫ്റ്റ് പോയിൻ്റർ പ്ലസ് 1. അപ്പോൾ ആ ഫോമുല തന്നെ നമുക്ക് ഇവിടെ എഴുതാം. കറൻറ്റ് വിൻഡോ സൈസ് എന്നാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ. നമ്മളതിന് മാക്സിമം ഓഫ് കറൻറ്റ് വിൻഡോ സൈസും അതുപോലെ നിലവിലുള്ള സെറ്റിലെ ലെങ്ത്തും ഇതിൽ മാക്സിമം വരുന്നതാണ് നമ്മൾ മാക്സിമം ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കണത്. അപ്പോൾ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിളാണ് അതിന് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. റൈറ്റ് പോയിൻ്ററിലുള്ള ക്യാരക്ടർ ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോയിൻ്ററിലുള്ള ക്യാരക്ടർ റിമൂവ് ചെയ്തു. ഇൻവാലിഡ് സബ്സ്ട്രിങ് പോയിൻ്ററിലുള്ള ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്യും. അതൊരു വാലിഡ് സബ്സ്ട്രിങ് ആവണ വരെ. അതിനുശേഷം നമ്മൾ റൈറ്റ് പോയിൻ്ററിലുള്ള ക്യാരക്ടർ ആഡ് ചെയ്യും. അപ്പോൾ ആ സ്റ്റെപ്പും കൂടി നമുക്കിവിടെ എഴുതാം. ഇനി ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കുന്നത് മാക്സിമം ലെങ്ത്ത് റിട്ടേൺ ചെയ്യാനാണ്. വിതൗട്ട് റിപ്പീറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഇല്ലാത്ത ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ്ങിൻ്റെ മാക്സിമം ലെങ്ത്ത് റിട്ടേൺ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം ലെങ്ത്ത് റിട്ടേൺ ചെയ്യാം. ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ട്. കേസ് 1 എക്സാമ്പിൾ 1 നമ്മളെടുത്തതാണ് ABC BB എന്ന് പറയുന്നത്. അതിൽ ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടിയത് 3 ആണ്. അതുപോലെ കേസ് 2 അവരെടുത്തേക്കണത് B എന്ന് പറയണ ഒരു ഇൻപുട്ട് സ്ട്രിങ് ആണ്. അപ്പോൾ ഈ കേസിൽ ലോങ്ങസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ കേസ് 3 അവരെടുത്തേക്കണ സബ്സ്ട്രിങ് PWWKEW. അപ്പോൾ ഇതിൽ ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് വരുന്നത് 3 ആയിരിക്കും. അതിൻ്റെ ലെങ്ത് അപ്പോൾ 3 ആയിരിക്കും ഔട്ട്പുട്ട്. ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും നമുക്ക് നോക്കാം. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നെസ്റ്റഡ് ലൂപ്പ് കാണുമ്പോൾ ഓഫ് n² ആണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ റൈറ്റ് പോയിൻ്റർ സ്ലൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിൽ കൂടെ സ്ലൈഡ് ചെയ്യണം. അപ്പം അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) ആയിരിക്കും. n ടൈംസ് മാത്രമാണ് റൺ ചെയ്യുള്ളൂ. ഫോർ ലൂപ്പിലേക്ക് കൂടെയും n ടൈംസ് ഐട്രേറ്റ് ചെയ്യില്ല. ഇൻ ടോട്ടൽ n ടൈംസ് മാത്രമായിരിക്കും. അപ്പോൾ ഇതിൻ്റെയും ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) തന്നെയാണ്. O(n) തന്നെയായിരിക്കും ഈ കേസിൽ. കോംപ്ലക്സിറ്റി ഇവിടെ O(n) ആയിരിക്കും. ഇനി സ്പേസ് കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ ജനറലി സ്ലൈഡിംഗ് വിൻഡോ അൽഗോരിതത്തിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി ലീനിയർ ആയിരിക്കും. അപ്പോൾ O(1) ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സെറ്റ് ഉണ്ടാക്കിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോയെന്ന്. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഇവിടെ O(n) ആയിരിക്കും. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും അതുപോലെ തന്നെ ലീഡ് കോഡ് ക്വസ്റ്റ്യനിലേക്കുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.